വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. പൗലോസ്ലീഹ വളരെ ബോധ്യത്തോടും ഉറപ്പോടും കൂടെ തന്നെയാണ് ഈ ഒരു വചനം പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിച്ച് തരിക. നന്നായി ഞാൻ പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. അവസാനം വരെ വിശ്വാസം കാത്തു. അങ്ങനെ വിശ്വാസം കാത്ത് സൂക്ഷിച്ച എനിക്ക് നീതിയുടെ കിരീടം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സീറോ മലബാർ ക്രമപ്രകാരമുള്ള മൃതസംസ്കാര ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുമ്പോൾ പുഷ്പമുടി മൃതശരീരത്തിൻ്റെ ശിരസിൽ വെച്ചിട്ട് ചൊല്ലുന്ന വചനഭാഗമാണിത്. ഓരോ പ്രാവശ്യവും മൃതസംസ്കാര ചടങ്ങിലൊക്കെ പങ്കുചേരുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അടുത്തെത്തുമ്പോൾ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഓട്ടം എവിടത്തോളം എത്തിയിട്ടുണ്ട്, നന്നായിട്ട് ഓടാൻ പറ്റുന്നുണ്ടോ? അറിയാതെ ഒരു ആത്മപരിശോധന മനസ്സിൽ ചെയ്യാറുണ്ട്. ദൈവം കർത്താവ് എനിക്ക് തന്ന ജീവിതത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, വിശ്വാസം അല്പം പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന ഒരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നന്നായി ഞാൻ ഓടി, നന്നായിട്ട് ഞാൻ പൊരുതി, നന്നായിട്ട് ഞാൻ യുദ്ധം ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു ഓട്ടം ആവശ്യമാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ഓട്ടം. ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ്. ഒരു ലക്ഷ്യം വേണമല്ലോ, ഓടണമെങ്കിൽ ഒരു ലക്ഷ്യം വേണമല്ലോ. പൗലോസ്ലീഹ വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഓടുന്നത് ലക്ഷ്യം ഇല്ലാതെയല്ല. സ്ലീഹ നല്ല ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഓടിയത്. സാവൂൾ ആയിരുന്ന കാലഘട്ടത്തിൽ ഈശോയെ അറിയത്തില്ലായിരുന്നു. പിന്നീട് മാനസാന്തരപ്പെടുന്നു, പൗലോസായിട്ട് മാറി. പിന്നീട് അങ്ങോട്ട് അതുവരെയും നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതിനൊക്കെ പരിഹാരം എന്ന രീതിയിൽ കൂടെയാണ് പൗലോസ്ലീഹയുടെ അധ്വാനം മുഴുവൻ. എന്തോരം കഠിനാധ്വാനം ചെയ്തു. എത്രയോ സഭകൾക്ക്, കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്തു. എത്രയോ സഹോദരങ്ങളെ വിശ്വാസത്തിൽ വളർത്തി വലുതാക്കി. എത്രയോ ശുശ്രൂഷകരെ ഒരുക്കി. എത്രയോ ധീരരായ പ്രേക്ഷിതരെ തയ്യാറാക്കി. ഇതൊക്കെ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ സംഭാവനകളാണ്. ഈ പൗലോസ്ലീഹ തന്നെ പറയുകയാണ്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, സ്വർഗത്തിൽ എത്തണമെന്നുള്ള വലിയ ലക്ഷ്യം. എനിക്ക് നീതിയുടെ കിരീടം ഒരുക്കിയിട്ടുള്ള പിതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണം. ആ വലിയ സമ്മാനം എനിക്ക് നേടിയെടുക്കണം. ആ ഒരൊറ്റ ആഗ്രഹമാണ് പൗലോസ്ലീഹായെ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ, സഹനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ, എന്തോരം ഞെരുക്കങ്ങളാണ് പൗലോസ്ലീഹ സഹിച്ചത്. എന്തോരം കഷ്ടപ്പാടിലൂടെയാണ്. കപ്പൽ അപകടത്തിൽപ്പെടുന്നു, അടി കിട്ടുന്നു, ജയിലിൽ അടയ്ക്കുന്നു, പരിഹസിക്കപ്പെടുന്നു, എല്ലാവരാലും ഒറ്റപ്പെടുന്നു, തഴയപ്പെടുന്നു. ഇതൊക്കെ സഹിച്ചിട്ടുള്ള സ്ലീഹ പറയാണ്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ ഓടുന്നത് ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. നല്ലൊരു ലക്ഷ്യം എൻ്റെ മുൻപിലുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഓടുക. സഹോദരങ്ങളെ, ഒരുപാട് വിശുദ്ധര് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുള്ളവരാണ്. ഒരു കൊച്ചുമോള് മരിയ കുരേത്തി, ഓർക്കുന്നില്ലേ മരിയ കുരേത്തിയുടെ അനുഭവം? എത്രയോ നന്നായിട്ട് ജീവിച്ചൊരു മോളാണ്. കുഞ്ഞു നാൾ മുതൽ ഈശോയെ സ്വീകരിച്ച അന്ന് മുതൽ പറയുകയും വേണ്ട, ഒരുപാട് ഈശോയെ സ്നേഹിച്ചൊരു മോളാണ്. വിശുദ്ധിയുടെ നിറകുടമായിരുന്നു അവൾ ജീവിച്ചിരുന്ന സമയത്ത്. ഒരു കൊച്ചു പാപം പോലും ചിന്തിക്കാൻ പോലും അവൾക്ക് പറ്റത്തില്ല. അവൾ മനസ്സിൽ പോലും അങ്ങനെ ഒരു പാപത്തിൻ്റെ ചിന്തയില്ല. ഒരു കണിക പോലും, പാപത്തിൻ്റെ ഒരു അംശം പോലും അവളുടെ ഹൃദയത്തിലില്ല. നല്ല വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ഹൃദയ നൈർമല്യത്തിലും ജീവിച്ചിരുന്നൊരു മോള് പാപം ചെയ്യാൻ അലക്സാണ്ടർ നിർബന്ധിക്കുമ്പോൾ, അലക്സാണ്ടർ ക്രൂരമായിട്ട് അവളെ പീഡിപ്പിക്കുമ്പോൾ അവൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, അലക്സാണ്ടർ, ഇത് പാപമാണ്, നരകത്തിൽ പോവും, ഇത് പാപമാണ്, നരകത്തിൽ പോവും. അവൾക്ക് പാപം ചെയ്യിപ്പിക്കുന്നു, അവളെ പ്രേരിപ്പിക്കുന്നു, അവളെ വിഷമിപ്പിക്കുന്നു, ശല്യപ്പെടുത്തുന്നു. അതിൽ കൂടുതൽ അവൾക്ക് വേദനയായിട്ട് തോന്നിയത് അലക്സാണ്ടർ ഈ പാപം ചെയ്താൽ നരകത്തിൽ പോവും, നരകത്തിലേക്ക് പോവും. ആ ഒരൊറ്റ ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. വല്ലാത്തൊരു പേടിയും അസ്വസ്ഥതയൊക്കെ ആ കൊച്ചുമോൾക്ക് തോന്നിയിട്ടുണ്ട്. അവൾ പാപത്തിന് വിട്ടുകൊടുത്തില്ല. അവൾ ആ ഓട്ടം, അവളുടെ ജീവിതത്തിൻ്റെ ഓട്ടം, ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു മരിയ കുരേത്തിയുടേത്. അതുകൊണ്ട് തന്നെ ആ വേദനകളെ മുഴുവൻ നല്ല രീതിയിൽ അവൾ അങ്ങ് സ്വീകരിക്കുകയാണ്. അവൾ നല്ല മനസ്സോടെ സ്വീകരിക്കുകയാണ്. ഓപ്പറേഷനൊക്കെ ഉള്ള സമയത്ത് മയക്കുമരുന്നൊന്നുമില്ല, അനസ്തേഷ്യ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ആ പച്ച ശരീരത്തിൽ തന്നെ അവർ കീറി മുറിക്കുകയാണ്. കത്തി കൊണ്ട് ആഞ്ഞാഞ്ഞ് കുത്തിയതുകൊണ്ട് കുടലൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തുന്നിക്കെട്ടണമെങ്കിൽ ഓർമ്മക്കെടുത്താതെ അതൊക്കെ ചെയ്യുമ്പോൾ വല്ലാണ്ട്
പിഞ്ചു കുഞ്ഞ് സഹിച്ചിട്ടുണ്ടാവും. മരിയ കുര്യത്തി ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ആ സഹനങ്ങളൊക്കെ അവൾ കാഴ്ചവെച്ചു. എന്തിനാണെന്നറിയോ? അലക്സാണ്ടറിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അവൾക്കറിയായിരുന്നു അവൾ സ്വർഗത്തിൽ പോകുന്നത്. അവൾക്ക് ബോധ്യം. കാരണം അവൾ പാപം ചെയ്തിട്ടില്ല, പാപത്തിന് സമ്മതിച്ചിട്ടില്ല, പാപത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അവൾ വലിയ ബോധ്യത്തോടും ഉറപ്പോടും കൂടെ നിൽക്കുകയാണ്. ഒരു പാപത്തിൻ്റെ സുഖവും വേണ്ട, ഒരു പാപത്തിൻ്റെ സന്തോഷവും വേണ്ട. അവൾ ധീരമായി ക്രിസ്തുവിൻ്റെ ഒപ്പം നിന്നു. ആ ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ, അത്രയധികം എഡ്യൂക്കേഷനോ അത്രയധികം സമൂഹത്തിൽ സ്ഥാനമോ അങ്ങനെ ഒന്നുമില്ല. ഒരു പാവപ്പെട്ട മോള്, ഒരു കുഞ്ഞു മോള്, അവളുടെ ആ പ്രായത്തിൽ അവളിതാ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പാപം ചെയ്യാതിരിക്കാൻ, സ്വർഗത്തിൽ പോകണം. അവളുടെ ലക്ഷ്യം അതായിരുന്നു. അവളുടെ ലക്ഷ്യം, അവളുടെ ഓട്ടത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചപ്പോൾ അവൾ ഈശോയ്ക്ക് കൊടുത്തൊരു വാക്കാണ്, പാപത്തേക്കാൾ മരണം. ഞാൻ പാപം ചെയ്യില്ല ഈശോയെ, ഞാൻ പാപത്തിലേക്ക് വീഴില്ല ഈശോയെ, അങ്ങനെ പാപത്തിലേക്ക് വീഴുന്നതിൽ ഭേദം മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ മോള് ഈശോയെ സ്വീകരിച്ചത്. ഈ മരിയ കുര്യത്തിയുടെ അമ്മ അസൂന്ത പലപ്പോഴും പറയായിരുന്നു, എൻ്റെ കുഞ്ഞ് ഇന്ന് ഈശോയെ സ്വീകരിച്ച ദിവസമാണ്, ഒരിക്കലും ഈശോയെ വേദനിപ്പിച്ചേക്കല്ലേ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ദിവസം അമ്മ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞ് ഈശോയെ ഒരു കാരണവശാലും വേദനിപ്പിച്ചേക്കല്ല. അത്രയധികം ഈശോയെ സ്നേഹിക്കാൻ ഈ അമ്മ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ആ പഠനം ഈ മോൾക്ക് വലിയൊരു ബലമായി തീർന്നായിരുന്നു. ഈ മോളുടെ ജീവിതത്തിൽ അവൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് വലിയ വിധത്തിൽ വില കൊടുക്കേണ്ടി വരികയാണ്. മരണം വരെയും സ്വീകരിക്കേണ്ടി വന്നു. മരിക്കുന്ന നേരത്ത് പോലും അവൾ പറഞ്ഞു, ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു, ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകത തോന്നുമോ? സാധാരണ ഒരു പെങ്കൊച്ച് ആരുടെയോ കത്തിക്കുത്തുകൊണ്ട് മരിക്കുന്നു, അതിൽ അപ്പുറം മറ്റാരും ചിന്തിക്കാൻ സാധ്യതയില്ല. പക്ഷെ ക്രിസ്തു അവളെ മാനിച്ചു, സ്വർഗം അവളെ മാനിച്ചു. അവളുടെ ഓട്ടം, അവളുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം സ്വർഗം മാനിക്കുകയായിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും അവളുടെ ഉള്ളിൽ നടന്ന സംഘടനകളിലും സംഘർഷങ്ങളിലൊക്കെ അവൾ പിടിച്ചു നിന്ന് സ്വർഗത്തിലേക്കുള്ള അവളുടെ യാത്ര, അവളുടെ ലക്ഷ്യം അവളെ എളുപ്പത്തിൽ സ്വന്തമാക്കി. അധികം ബുദ്ധിമുട്ടൊന്നും അവൾക്ക് തോന്നിയില്ല. കാരണം അവളുടെ ഉള്ളിൽ ക്രിസ്തു നിറഞ്ഞു നിന്നായിരുന്നു. ക്രിസ്തു ഉണ്ടായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. മറ്റാരേക്കാളും അധികമായി ക്രിസ്തു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അവളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. നമുക്കറിയാം, ഓട്ടക്കളത്തിൽ മത്സരിക്കാനൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കണം. ട്രാക്ക് വിട്ടിട്ട് ഓടിയിട്ട് കാര്യമില്ല. ട്രാക്കിലൂടെ തന്നെ ഓടണം. നിശ്ചയിച്ചിട്ടുള്ള ട്രാക്കിലൂടെ തന്നെ ഓടിയാലേ ഓട്ടം ലക്ഷ്യത്തിലെത്തത്തുള്ളൂ, ലക്ഷ്യത്തിലെത്തി സമ്മാനം വാങ്ങാൻ പറ്റത്തുള്ളൂ. നമുക്കൊക്കെ ഓരോ ട്രാക്കുണ്ട്. ഞാനൊരു സിസ്റ്റർ എന്ന നിലയിൽ എൻ്റെ സന്യാസ ജീവിതത്തോട് വിശ്വസ്തതയും എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയും എൻ്റെ ജീവിതത്തിലെ സ്നേഹവും ദൈവത്തോടുള്ള വലിയ ആശയും ദൈവത്തോടുള്ള വലിയ സ്നേഹമൊക്കെ വർദ്ധിപ്പിച്ചാലേ എനിക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റത്തുള്ളൂ. കുടുംബജീവിതം നയിക്കുന്നവർ കുടുംബജീവിതത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച് ആ ദൗത്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റിയിട്ട് വേണം ഓടാൻ. അങ്ങനെയുള്ള ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ട്രാക്ക്, യുവതിയുവാക്കന്മാർ അവരുടേതായിട്ടുള്ള വഴികളിൽ കൂടെ ഈശോ ഏൽപ്പിച്ച് തന്ന ട്രാക്കിലൂടെ തന്നെ വേണം ഓടാൻ. ഏത് ജീവിതാവസ്ഥയിൽ നിന്നാണോ ഈശോ നിന്നെ വിളിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നീ ഓടിക്കൊള്ളുക, അവിടെ നിന്ന് നിൻ്റെ ഓട്ടം ആരംഭിച്ചു കൊള്ളുക. ഈ ഓടുന്നതിനിടയിൽ ട്രാക്ക് തെറ്റാതെ സൂക്ഷിച്ചോണം. ട്രാക്ക് തെറ്റിപ്പോയേക്കല്ല, ചിന്തകൾ മാറിപ്പോയേക്കല്ല. ചില ആൾക്കാർ ആദ്യമൊക്കെ പ്രാർത്ഥനയിൽ വലിയ തീക്ഷ്ണത, കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോകുന്നതും പ്രാർത്ഥന ഇല്ലാതെ ആകുന്നതും പിന്നെയും പഴയ പാപത്തിലേക്ക് വീണു പോകുന്നതും ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നൊരു അനുഭവമാണ്. സഹോദരി, ലക്ഷ്യം മറക്കുമ്പോൾ, ട്രാക്ക് തെറ്റിപ്പോകുമ്പോഴൊക്കെ നിൻ്റെ ജീവിതത്തിൽ പരാജയം വരികയാണ്. ചിലപ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, ധ്യാനമൊക്കെ കൂടി നല്ല ഉണർവോടും ഉന്മേഷത്തോടും കൂടെ വരും. 2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ എല്ലാ എനർജിയും പോവും. എന്തേ കാരണം എന്നറിയാവോ? ട്രാക്ക് തെറ്റുകയാണ്. ഈശോയായിട്ടുള്ള ഐക്യമില്ലാതെ ആവുകയാണ്. ഈശോ മനസ്സിലില്ലാതെ വരികയാണ്. കൊച്ചു ത്രേസ്യ പറഞ്ഞു തരും, 3 മിനിറ്റിൽ കൂടുതൽ ഈശോയെ മറന്നേക്കല്ല്, 3 മിനിറ്റിൽ കൂടുതൽ ഈശോയെ മറന്നേക്കല്ല് എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും ഈ ദൈവ സാന്നിധ്യ സ്മരണ നമുക്കുണ്ടാകണം. ഓട്ട മത്സരത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു വലിയ ക്വാളിഫിക്കേഷനാണ്, ഒരു വലിയ യോഗ്യതയാണ്. എന്ത്? ക്രിസ്തുവിനോട് ഒന്നിച്ച് നിൽക്കണം. ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഹൃദയത്തിൽ ക്രിസ്തുവിനോട് പറയാൻ പറ്റണം. ഉള്ളിൽ ഐ ലവ് യു ജീസസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ. ഇടയ്ക്കിടയ്ക്ക് ഈശോയെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ ഈശോയോട് സ്നേഹിക്കുന്ന, അങ്ങനെ ഈശോയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് ട്രാക്ക് തെറ്റുകയല്ല. അല്ലെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ ഓടും, കഷ്ടപ്പെട്ട് രാവും പകലും ജോലി, ഒരല്പം പോലും വിശ്രമമില്ല, ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ല, രാത്രി ഉറക്കമേ ഇല്ല, പകൽ അല്പം പോലും വിശ്രമമില്ല, ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ചിരിക്കാൻ നേരമില്ല, ഒന്നിച്ചുകൂടി ഒന്ന് സംസാരിക്കാൻ, ഒന്ന് പങ്കുവയ്ക്കാൻ സമയമില്ല. മുഴുവനും ജോലി. ഇരിക്കാൻ പോലും ഒരു മിനിറ്റ് വിശ്രമിക്കാൻ അവസരമില്ല. കഷ്ടപ്പെടുകയാണ്, വല്ലാത്ത ഓട്ടത്തിലാണ്.
അവസാനം ഇങ്ങനെ ഓടി 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 എത്തുമ്പോൾ അവസാന പോയിന്റിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ ട്രാക്കൊക്കെ തെറ്റിപ്പോയി. അതെന്തൊരു ദുരന്തമായിരിക്കും അല്ലേ? അത് വല്ലാത്തൊരു സങ്കടത്തിൻ്റെ കാര്യമായിരിക്കുമല്ലേ? സഹോദര, നിന്നെ കർത്താവ് ഏൽപ്പിച്ചത് എന്താണ്? സഹോദരി, നിന്റെ കയ്യിലേക്ക് തന്നിട്ടുള്ള ദൗത്യം എന്താണ്? അത് പൂർണ്ണതയോടെ 100% വിശ്വസ്തതയിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും ഈശോയ്ക്ക് അവിടെ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഇടവരുത്തല്ല. അതുപോലെ ഈശോയെ സ്നേഹിച്ചിട്ട് ഞാൻ 100% വിശ്വസ്തനായ ഒരു ഭർത്താവായിരുന്നു, വിശ്വസ്തയായ ഒരു ഭാര്യയായിരുന്നു. ഞാൻ 100% എൻ്റെ ക്രിസ്തുവിനെ അനുഗമിച്ചൊരു സമർപ്പിതയാണ്, ഒരു പുരോഹിതനാണ്. അങ്ങനെ പറയാൻ പറ്റുന്നുവെങ്കിൽ നിനക്ക് നീതിയുടെ കിരീടം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. നിന്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് അവസാന സമയത്ത് നിനക്ക് പറയാൻ പറ്റും. അല്ല എങ്കിൽ പറയേണ്ടി വരും, കർത്താവ് ഇച്ചിരി സമയം കൂടെ തരാവോ? തീർന്നില്ലായിരുന്നു, പണിയെടുത്തിട്ട് തീർന്നില്ല, എൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, സമയം കിട്ടുകയില്ല. പെട്ടെന്നായിരിക്കും വിളി വരിക. എപ്പോഴാണ് വിളി വരിക എന്നറിയത്തില്ല, ആർക്കാ എപ്പോഴാ എങ്ങനെയാണ് വിളി വരിക അറിയത്തില്ല. നമുക്ക് ഒരുങ്ങിയിരിക്കണം. എന്നിട്ടോ സ്ലീഹ പറഞ്ഞ പോലെ തന്നെ പൗലോസ് സ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ നന്നായിട്ട് പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. നന്നായിട്ട് പൊരുതും എന്നൊക്കെ പറയുമ്പോൾ യുദ്ധം തന്നെയാണ്, നല്ലൊരു യുദ്ധമാണ്, തിന്മയോടുള്ള യുദ്ധമാണ്. ഈ തിന്മയോടുള്ള യുദ്ധത്തിൽ മുൻനിരയിൽ നിന്നിട്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പരിക്കേൽക്കേണ്ടി വരും, മുറിവേൽക്കേണ്ടി വരും, തകർക്കപ്പെടും, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും, നമ്മുടെ പ്ലാനുകൾ മുഴുവൻ തകർന്നു എന്ന് വരും, നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവനും വേണ്ടാന്ന് മാറ്റി വെക്കേണ്ടി വരും. നന്നായിട്ട് പൊരുതാൻ തയ്യാറാവണം, നന്നായിട്ട്. അത് ശരീരത്തിൻ്റെ ഇച്ഛകളാകാം, മനസ്സിൻ്റെ ഇഷ്ടങ്ങളാകാം, നമ്മുടെ കണക്ക് കൂട്ടലുകളാകാം, എന്തുമാകട്ടെ. പടപൊരുതി പുറമേക്കൊന്നും ആരും അറിയണമെന്നില്ല കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ മാനസിക സംഘടനകളിൽ ഈ എന്താ പറയുക, ഒരു ഇൻറ്റേർണൽ ഫൈറ്റ്, ആ ഒരു യുദ്ധത്തിൽ, ആന്തരിക യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ കരുത്തോടു കൂടെ തന്നെ യുദ്ധം ചെയ്യാൻ പറ്റണം. നന്നായിട്ട് കരുത്തോടു കൂടെ തന്നെ യുദ്ധം ചെയ്യണം. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, പിന്നെ അവിടെ ഒരു കോംപ്രമൈസും ഇല്ല, പിന്നെ അവിടെ കുത്തും കോമയൊന്നും എടുത്തില്ല, പിന്നെ അവിടെ സെമിക്കോളൻ അല്ല, ഫുൾ സ്റ്റോപ്പ്. നോ എന്ന് പറഞ്ഞാൽ നോ. പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന പ്രശ്നമേ ഇല്ല. അത് എത്ര വിഷമം പിടിച്ച കാര്യമാണെങ്കിലും അതിന് നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ്, ഞാൻ പൊരുതുകയാണ്, നന്നായിട്ട് പൊരുതുകയാണ്, യുദ്ധം ചെയ്യാൻ. എൻ്റെ ക്രിസ്തുവിന് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ ഞാൻ അതിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് വേണം നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എനിക്ക് സ്വീകരിക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, സാധാരണ എല്ലാവരുടെയും മനസ്സിൽ ചിലരൊക്കെ ഓർക്കും, ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, ഇതൊന്നും എളുപ്പത്തിൽ നടന്നു കിട്ടുകയല്ല, ഇതൊന്നും സംഭവിക്കുകയല്ല. സഹോദരി, നീ അങ്ങനെയാണ് പറയണതെങ്കിൽ നീ വലിയൊരു കാര്യം വിസ്മരിക്കുകയാണ്. എന്താണെന്നറിയാവോ? ലോകത്തെയും പാപത്തെയും ജഡത്തെയും മരണത്തെയും തോൽപ്പിച്ച് വിജയം വരിച്ച ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന വലിയ സത്യം നീ വിസ്മരിക്കുകയാണ്. അങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത്. ഇതൊന്നും എല്ലാവർക്കും എളുപ്പമല്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ നിനക്ക് പലതിൻ്റെയും മേൽ അതിജീവിക്കാൻ കഴിയുന്നില്ല. നീ തോറ്റു തുന്നം പാടുന്നു, അല്ലെങ്കിൽ പരാജയം മാത്രം, അങ്ങനെയാണ് നീ കരുതുന്നത് എങ്കിൽ നിന്റെ വിശ്വാസം വളരെ വീക്കാണ്, ദുർബലമാണ്. എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തു ഉത്ഥാനം ചെയ്തെന്നും ക്രിസ്തുവിന് സകലത്തിൻ്റെയും മേൽ അധികാരം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ല എന്ന് ചുരുക്കം. നീ അത് മറന്നു എന്ന് ചുരുക്കം. വിശ്വാസം വളർത്തണം, വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ഒരല്പം പോലും വിശ്വാസത്തിന് മങ്ങലേൽക്കാൻ ഇടവരുത്തല്ല. നന്നായി ഈ വിശ്വാസത്തിന് വേണ്ടി പടപൊരുതി തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഇനി ഈ ട്രാക്കിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നിലുള്ളവയിലേക്ക് തിരിഞ്ഞു നോക്കിയേക്കല്ല, പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കല്ല. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് തന്നെയാണ് നോക്കേണ്ടത്. പുറകോട്ടേക്ക് നോക്കിയാൽ പാളിപ്പോവും, വഴിതെറ്റിപ്പോവും. പൗലോസ് സ്ലീഹ പറയുന്നുണ്ട്, തിമോത്തിയോസിന് എഴുതി 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിയമാനുസൃതം മത്സരിക്കാത്തൊരു കായികാഭ്യാസിക്ക് കിരീടം ലഭിക്കത്തില്ല. നിയമാനുസൃതം വേണം ഓടാൻ, നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. മുന്നോട്ട് തന്നെ നോക്കിയിട്ട് വേണം, പുറകോട്ടേക്കൊന്നും തിരിഞ്ഞു നോക്കല്ല. ഓടുകയാണെങ്കിൽ അങ്ങ് ഓടുകയാണ്. ലക്ഷ്യത്തിലേക്കുള്ള നിർത്താതെയുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം കാഴ്ചവെക്കുകയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ പൗലോസ് സ്ലീഹ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യം വെച്ച് ഞാൻ ഓടുകയാണ്. പുറകിലുള്ളതിനെ ഓർത്തോർത്തിരുന്നാൽ, കഴിഞ്ഞു പോയ സംഭവങ്ങളെ ഓർത്തോർത്തിരുന്നാൽ സഹോദര നിനക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, സഹോദരി നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നീ പഠിച്ചു കഴിഞ്ഞു, അത് പിന്നെയും നിന്നെ തളർത്തത്തേ ഉള്ളൂ. ആ കാര്യങ്ങൾ തന്നെ നീ ഓർത്തിരുന്നാൽ, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തിരുന്നാൽ അത് നിനക്കൊരു ഗുണവും ചെയ്യത്തില്ല. അതിൽ നിന്നും നമ്മൾ നല്ല കാര്യങ്ങൾ പഠിച്ചെടുത്തു, അത് നമ്മൾ മുന്നോട്ട് നീക്കുകയാണ്. പഴയതിലേക്ക് നിൻ്റെ ശ്രദ്ധയെ തിരിക്കല്. കഴിഞ്ഞതിലേക്ക് ഓർത്തോർത്ത് നെടുവേർപ്പെട്ടിരിക്കുന്നത് നിൻ്റെ ശക്തിയെ മുഴുവൻ ചോർത്തിക്കളയുന്ന അനുഭവമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കൃപകളും ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പൊരുതാൻ തീരുമാനിക്കണം, നന്നായിട്ട് പൊരുതാൻ. എന്തിനേയും ചിലരൊക്കെ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്ററെ
കണ്ണിന് വേദനയാണ്, ഒന്ന് പ്രാർത്ഥിക്കാവോ? സിസ്റ്ററെ മുട്ടിന് വേദനയാണ്, ഒന്ന് പ്രാർത്ഥിക്കാവോ? സിസ്റ്ററെ പനി മാറുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാവോ? കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അനേകരെ കാണാറുണ്ട്. അനേകർ ജോലി കിട്ടുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, അത് ഓർത്തിട്ട് കരയാണ്, വല്ലാണ്ട് കരയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ട്, എൻ്റെ ഈശോയെ ഒരാൾ പോലും പറയണില്ലല്ലോ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല സിസ്റ്ററെ, അതുകൊണ്ട് സങ്കടമാണ്. സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ഒരു ഉറപ്പ് കിട്ടുന്നില്ല, അതുകൊണ്ട് വല്ലാത്ത സങ്കടമാണ്, അതുകൊണ്ട് വല്ലാത്ത വേദനയാണ്. ഒരാൾ പോലും അങ്ങനെ പറയണ കേട്ടിട്ടില്ല. വളരെ റയറായിട്ട് ചുരുക്കം പേരെ അങ്ങനെ പറയുന്ന കണ്ടിട്ടുള്ളൂ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിസ്റ്ററെ വല്ലാത്തൊരു സങ്കടം. എന്തിനാ സങ്കടം? ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥയാണ്, വീട്ടിലെല്ലാം ശാന്തമായിട്ട് പോകുന്നു, സമാധാനമായിട്ട് പോകുന്നു, ഒരു പ്രശ്നം അങ്ങനെ ഇല്ല പറയാൻ മാത്രം. എന്തിനാ മനസ്സിൽ അസ്വസ്ഥത? ഉടനെ പറഞ്ഞു, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം കിട്ടുന്നില്ല, ഈശോ അടുത്തുണ്ടെന്നൊരു ഒരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു അനുഭവം എനിക്ക് കിട്ടുന്നില്ല. വല്ലാത്തൊരു മരുഭൂമിയുടെ അനുഭവം തോന്നുന്നു. ഈശോ എന്നോട് പിണങ്ങിയോ സിസ്റ്ററെ? ഈശോ എന്താ എൻ്റെ അടുത്തേക്ക് വരാത്തത്? ഞാൻ ഈശോയെന്ന് വിളിക്കുമ്പോഴേക്കും ഓടി എൻ്റെ അടുത്ത് വരാറുള്ളതാണ്. എനിക്ക് ആ സാന്നിധ്യ അനുഭവം എപ്പോഴും കിട്ടാറുണ്ട്, ഇപ്പം എനിക്കത് കിട്ടുന്നില്ല. എന്താ ഈശോ എന്നോട് പിണങ്ങിയോ? ഫോണിൻ്റെ അങ്ങേ തലക്കിലിരുന്ന് ഏങ്ങലടിച്ച് കരയാണ്. എനിക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷം തോന്നിപ്പോയി. ഈശോയെ സ്നേഹിക്കുകയാണ്, വല്ലാതെ സ്നേഹിക്കുകയാണ്, ഈശോയെ വല്ലാണ്ട് സ്നേഹിക്കുകയാണ്. സഹോദര സഹോദരി, നീ ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പുറകോട്ടേക്ക് നോക്കി അല്ലെങ്കിൽ നിൻ്റെ വഴി തെറ്റിപ്പോയി ലക്ഷ്യം മാറിപ്പോയി നിനക്ക് പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല. നിന്നെ ഈശോ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊള്ളും. നിൻ്റെ ഈശോ നിന്നെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ്. നിനക്ക് അവിടെ തളർന്നു പോകേണ്ട ഒരു കാര്യവും പിന്നെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ശക്തിയോടെ മുന്നോട്ട് നീങ്ങാൻ ഒരു തിന്മയ്ക്കും നിൻ്റെ മേൽ പിന്നെ അധികാരം ചെലുത്താൻ പറ്റത്തില്ല. ഒരു തിന്മയും നിൻ്റെ മേൽ അധികാരം അല്ലെങ്കിൽ വിജയം വരിച്ചിട്ട് അവന് തുള്ളിച്ചാടാൻ പറ്റത്തില്ല. തിന്മ നിൻ്റെ മുമ്പിൽ തോറ്റുപോകും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ കാണുന്ന അവരുടെ ജീവിതത്തിൽ സാത്താന് കടന്നു വരാൻ പറ്റത്തില്ല. സാത്താൻ അവരെ കീഴടക്കാൻ ശ്രമിക്കില്ല, അവന് പറ്റത്തില്ല അവിടെ നിൽക്കാൻ, അവന് ഇറങ്ങി ഓടിക്കളയും. സഹോദര സഹോദരി, നിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. എത്ര വലിയ പ്രതികൂല സാഹചര്യമാണെങ്കിലും, എത്രയധികം കൊടുങ്കാറ്റ് വീശുന്ന അനുഭവമാണെങ്കിലും നിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഞാൻ കണ്ടു കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ എത്രയോ കോടികൾ 10-15 കോടി രൂപയുടെ കടബാധ്യതയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടു. ഈ സഹോദരൻ നിഷ്കളങ്കനായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ ഇന്നസെൻ്റാണ്. നമുക്കത് സംസാരിക്കുമ്പോൾ തന്നെ തരും, വളരെ ഇന്നസെൻ്റ്. പക്ഷേ ഈ മനുഷ്യനെ ഒരുപാട് പേര് പറ്റിച്ചു ബിസിനസ് മേഖലയിൽ. ഇദ്ദേഹം എല്ലാവരെയും കുറച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങും. ചതിക്കില്ല, വഞ്ചിക്കില്ല, കൂടെ ഉണ്ടാവും, വിശ്വസിക്കാവുന്നവരാണെന്നൊക്കെ അങ്ങ് ഓർത്തിട്ട് സകലതും ഇവരോട് ചേർന്ന് ഓപ്പണായി പറയുകയും ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് പലരെയും ഇദ്ദേഹത്തെ വഞ്ചിച്ചു. ഇപ്പോൾ കിടക്കുന്ന വീട് മാത്രം അതെപ്പോഴാണ് ജപ്തി ചെയ്യാന്നറിയത്തില്ല, ബാക്കി ഒന്നും കൈവശമില്ല. ഒരു ചെറിയ വാഹനമുണ്ട്, അത്യാവശ്യം എവിടേക്കെങ്കിലും പോകാൻ, വേറെ ഒന്നുമില്ല. കോടികളുടെ കടബാധ്യത. ഈ സഹോദരൻ പ്രാർത്ഥിക്കാനൊക്കെ വന്നപ്പം പറഞ്ഞത്, സിസ്റ്റർ ഉറങ്ങിയിട്ടൊക്കെ നാളുകളായി, ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല, ഉറങ്ങാൻ പറ്റാറില്ല, എന്തിനാ ജീവിക്കണമെന്ന് തോന്നുന്നു, നിരാശയാണ് മനസ്സ് മുഴുവൻ. പിന്നീട് ഇദ്ദേഹം ധ്യാനമൊക്കെ കൂടി നല്ല ഒരു സമാധാനത്തിലേക്ക് വന്നു. ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുക, ഇനി എൻ്റെ കടബാധ്യതയുടെ ഉത്തരവാദിത്വം മുഴുവൻ കർത്താവിൻ്റെ കയ്യിലാണ്, എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഇത്രയും കോടികൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഞാൻ എങ്ങനെ പരിശ്രമിച്ചാലും അത് എന്നെക്കൊണ്ട് നടത്താവുന്ന കാര്യമല്ല. ഈശോ തന്നെ ചെയ്യട്ടെ. ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു, എവിടെയൊക്കെ കുളത്തുവയൽ ടീം ധ്യാനിപ്പിക്കാൻ പോയാലും ഈ സഹോദരൻ എങ്ങനെയെങ്കിലും അറിയും അവിടെ ഇന്ന സ്ഥലത്ത് ധ്യാനം ഉണ്ടെന്ന്. അവിടേക്ക് ഓടി വരും. കുറച്ച് സമയം അവിടെ ആ ജനത്തിൻ്റെ കൂടെ നിന്ന് കരങ്ങൾ ഉയർത്താനും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും കൂടും. എവിടെ നിത്യാരാധന ചാപ്പൽ കണ്ടുവോ, പോകുന്ന വഴിയിൽ എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ഒരു ദേവാലയം കണ്ടു അല്ലെങ്കിൽ ഒരു നിത്യാരാധന ചാപ്പൽ കണ്ടു, വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും, കയറിയിരിക്കും. കുറേ അധികം സമയം ഈശോയോട് സംസാരിക്കും, ഈശോയോട് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ അടുത്തൊക്കെ കാണുമ്പോൾ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്ററെ മനസ്സിൽ വലിയ സമാധാനം, കടബാധ്യതയൊന്നും കാര്യമായിട്ട് മാറിയിട്ടില്ല, പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഈശോ നടത്തിത്തരും. മുന്നോട്ട് നീങ്ങുകയാണ്, മുന്നോട്ട് കുതിക്കുകയാണ്, തളർന്നു കുത്തിയിരിക്കുന്നില്ല, ശക്തിയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി ഏത് അവസ്ഥയിലും ഈശോ കൈ പിടിച്ച് നടത്തും എന്ന വലിയ ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി. വിശ്വാസം കാത്തു സൂക്ഷിച്ചു. വന്ന സാഹചര്യത്തിൽ ആദ്യം വന്നപ്പോഴൊക്കെ വിശ്വാസം തളർന്നായിരുന്നു, പക്ഷേ പിന്നീട് കർത്താവ് തന്നെ അതിനെ അങ്ങ് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അതിനെ അങ്ങ് ആ വിശ്വാസത്തെ ഊതി കത്തിക്കാൻ തുടങ്ങി. ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുക. എത്രയോ സഹോദരങ്ങൾ ആത്മാർത്ഥമായി ക്രിസ്തുവിൻ്റെ ഒപ്പം മുന്നോട്ട് നീങ്ങുന്നു, സഹിച്ചും വേദനിച്ചും, എന്നാൽ അതിലേറെ ആനന്ദിച്ചും ക്രിസ്തുവിന് വേണ്ടി ആ പടപുരുതലിൽ, ആ യുദ്ധത്തിൽ
തളരാതെ മുന്നോട്ട് നീങ്ങുന്നു. എത്രയോ വിശുദ്ധാത്മാക്കൾ ജീവൻ പോലും കൊടുത്തു. രക്തസാക്ഷികൾ ഓർക്കുന്നില്ലേ? സ്റ്റീഫനൊക്കെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. മരിക്കുമെന്ന് അറിയാമായിരുന്നു, നന്നായിട്ട് അറിയായിരുന്നു മരിക്കുമെന്ന്. ഇവരെല്ലാവരും കൂടെ കൊല്ലുമെന്ന് അറിയായിരുന്നു. ഇവർക്ക് അവസാനത്തെ ഇവരുടെ ഉദ്ദേശം തല്ലിക്കൊല്ലുക തന്നെയാണ്. നന്നായിട്ട് അറിയായിരുന്നു സ്റ്റീഫനെ. പക്ഷേ സ്റ്റീഫനൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് വചനം പറഞ്ഞത്, എത്ര ധീരമായിട്ടാണ് കർത്താവിനെ പങ്കുവെച്ചു കൊടുത്തത്. കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും സ്റ്റീഫൻ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം. കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയവും സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം. സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുകയാണ് സ്റ്റീഫൻ. സ്വർഗത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ട് മരിക്കാനുള്ളൊരു ഭാഗ്യം വേണ്ടേ സഹോദര നിനക്ക്? വേണ്ടേ സഹോദരി നിനക്ക്? മറ്റു കാര്യങ്ങളൊക്കെ, ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതൊക്കെ നമുക്കിനി മനസ്സിൽ നിന്ന് വിടാം. അതൊക്കെ ഒരു സെക്കൻഡറി ആയിട്ട് നിൽക്കട്ടെ. പ്രൈമറി ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ വേണ്ടത്, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഈ ജീവിതത്തിൻ്റെ നിസ്സാര ക്ലേശങ്ങൾ, ഈ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സഹനങ്ങൾ, ഇതിലൊന്നും എൻ്റെ മനസ്സ് ഉടക്കി പോകല്ല. ഞാൻ നന്നായിട്ട് പൊരുതി, ഞാൻ നന്നായിട്ട് ഓടി, എൻ്റെ വിശ്വാസം കാത്തു. എനിക്കായി എൻ്റെ കർത്താവ് നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ നീതിയുടെ കിരീടം വാങ്ങാൻ പോകണം. നമുക്ക് ആ നീതിയുടെ കിരീടം, വിശുദ്ധാത്മാക്കളൊക്കെ നേടിയെടുത്ത ആ നീതിയുടെ കിരീടം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റണം. ഈ ഭൂമിയിലായിരിക്കുന്ന സമയം മുഴുവൻ ആ കിരീടം സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഓടാൻ. ആരെയും പ്രീതിപ്പെടുത്താനല്ല, മനുഷ്യരുടെ പ്രീതി സമ്പാദിക്കാനല്ല, മനുഷ്യരുടെ കയ്യടി വാങ്ങാനല്ല, മനുഷ്യർ ചുറ്റും കൂടി നിന്നിട്ട് സിസ്റ്ററെ കൊള്ളാം നല്ലതായിരുന്നു, നോ, അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അധ്വാനിക്കേണ്ടത്. ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മൾ അംഗീകരിച്ചാലും ആരൊക്കെ പ്രോത്സാഹിപ്പിച്ചാലും അതൊക്കെ വളരെ ചെറിയ സമയത്തിന് മാത്രം. അടുത്ത സെക്കൻഡിൽ ഇവർ തന്നെ നമ്മൾക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ട്. ഈ ലോകം മുഴുവനും നമുക്കെതിരെ നിൽക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ വിശ്വാസം, നമുക്കത് കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്ര, ലക്ഷ്യം സ്വർഗത്തിലായിരിക്കും. സ്വർഗം നേടുക എന്നുള്ളതായിരിക്കട്ടെ. എത്ര കഠിനാധ്വാനമാണ് നീ കാഴ്ചവെക്കണതെങ്കിലും നിനക്കൊരു ലക്ഷ്യമുണ്ട് സ്വർഗത്തിൽ. നീ ക്രിസ്തുവിനെയാണ് പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ അധ്വാനങ്ങളിൽ നീ പരാതി പറയില്ല, പെറുപിറുക്കില്ല, പുറകോട്ടയ്ക്ക് പിൻവലിയില്ല, ഇനി ചെയ്യില്ല, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി പ്രാർത്ഥനയില്ല പറഞ്ഞേക്കില്ല. നീ വീണ്ടും വചനം വായിക്കാൻ തുടങ്ങും, നീ വീണ്ടും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ ആരംഭിക്കും, നീ വീണ്ടും ജപമാല ചൊല്ലാൻ തുടങ്ങും, നീ വീണ്ടും ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങും. സഹോദര സഹോദരി, നമുക്ക് സ്വർഗത്തിൽ പോകണം. നന്നായിട്ട് തന്നെ പൊരുതണം. അല്പാൽപ്പമായിട്ടല്ല, എങ്ങനെയെങ്കിലും അല്ല, തട്ടിമുട്ടി ഉന്തിയും തള്ളിയും അല്ല, നന്നായിട്ട് പൊരുതാം. നമുക്ക് നന്നായിട്ട് യുദ്ധം ചെയ്യാം ഈ ലോകത്തിൻ്റെ ശക്തികളോട്, ഈ ലോകത്തിൻ്റെ സകല തിന്മയുടെ സ്വാധീനങ്ങളോടും നന്നായിട്ട് തന്നെ പൊരുതി നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിച്ച് ഈ ജഡത്തിൻ്റെ ഇച്ഛകളെ ക്രൂശിച്ച് നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ഒന്നായി തീരാൻ, സ്വർഗത്തിൽ ആ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സ്ലേഹായുടെ ഒപ്പം പറയാൻ നമുക്കും ഭാഗ്യം കിട്ടട്ടെ. ഞാൻ നന്നായിട്ട് പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്. കർത്താവേ, ഒരുപാട് ഓടുന്നവരാ ഞങ്ങൾ, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വർഗം നേടാൻ വേണ്ടിയിട്ടുള്ള അധ്വാനമാകുന്നില്ല പലപ്പോഴും. ഈ ലോകത്തിൻ്റെ ക്ഷണികങ്ങളായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടും നശ്വരങ്ങളായിട്ടുള്ള സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അധ്വാനമായി മാറുന്നു പലപ്പോഴും. യേശുവെ, തിരിച്ചറിയുന്നു സ്വർഗം നേടാനുള്ള അധ്വാനമാണ് വേണ്ടതെന്ന്, സ്വർഗമാണ് ലക്ഷ്യം വെക്കേണ്ടതെന്ന്. ഈ ലോകത്തിൻ്റെ അംഗീകാരം, പ്രശസ്തി, പേര്, പെരുമ അല്ല, സ്വർഗത്തിൽ എനിക്കുള്ള എൻ്റെ സീറ്റ് അത് ഉറപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അധ്വാനിക്കേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ, യുദ്ധത്തിൽ ഏർപ്പെടാൻ തന്നെ എന്നെ ഒരുക്കണേ ഈശോയെ. അവസാന സമയം യുദ്ധം ചെയ്ത് അവസാന സമയമൊക്കെ എത്താറാകുമ്പോഴേക്കും ശരീരം ക്ഷീണിക്കാൻ, തളരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈശോയെ, തളരില്ല, ഞാൻ തളരില്ല. എത്ര ഓടിയാലും തളരില്ല. നിൻ്റെ കൂടെ, നിൻ്റെ കയ്യെ പിടിച്ച് ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നു. സഹായിക്കണേ ഈശോയെ. എനിക്കായി ഒരുക്കിയിട്ടുള്ള നീതിയുടെ കിരീടം സ്വീകരിക്കാൻ എന്നെ ബലപ്പെടുത്തണേ ഈശോയെ. അങ്ങ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.